ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസവും 9-ാം അധ്യായം 17-ാമത്തെ വാക്യം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അനന്യാസ് എന്ന് പറയപ്പെടുന്ന ദൈവപുരുഷൻ ദമസ്കോസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ദർശനം കേട്ടു. നേർവീതിയിലെ യൂദയിലെ വീട്ടിൽ ചെന്ന് ശൗൽ എന്നുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു, അവനെ കൈവെക്കണം. നമുക്ക് ശൗലിനെ വ്യക്തമായിട്ട് അറിയാം. ദൈവസഭയ്ക്ക് നേരെ പീഡയഴിച്ചു വിട്ട, ദൈവജനത്തെ പിടിച്ചു വലിച്ചു വന്ന അധികാരപത്വം കൊണ്ട് വന്ന നമ്മെ ശൗൽ എന്ന് പറയപ്പെടുന്ന തർസോസുകാരൻ സ്തോത്രം ദമസ്കോസിലേക്ക് വരുന്ന വഴിക്ക് ദൈവത്തിന്റെ വെട്ടമടിച്ച് കണ്ണ് കാണാൻ വയ്യാതെ നേർവീതിയിലെ യൂദയിലെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് പകലിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞോട്ടെ. ദൈവജനമേ, ദൈവത്തിന്റെ ജനതയ്ക്ക് നേരെ എവിടെയാണ് തിരിയുന്നത്, ആരാ തിരിയുന്നത്, ഏത് ശത്രുവാണ് എഴുന്നേൽക്കുന്നത്, അതിനെ കാണും ദൈവമാണ്. കർത്താവ് ശൗലിനോട് ചോദിക്കുക, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? ശൗൽ ഒരിക്കലും കർത്താവിനെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ കർത്താവിന്റെ ജനത്തെ ഉപദ്രവിക്കാൻ ശൗൽ തീരുമാനിച്ചപ്പോൾ സ്വർഗം ചോദിക്കുക, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇന്ന് പകൽക്കാലം പ്രത്യാശിക്കുന്ന ഒരു കാര്യമല്ലേ? നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയാൽ, നമുക്ക് നേരെ പ്രശ്നം അടിച്ചു വിട്ടാൽ അത് ദൈവത്തിനാണ് ദുഃഖകരമായി മാറുന്നത്, ദൈവത്തിന് അത് ബുദ്ധിമുട്ടായി മാറുന്നത്. ഇവിടെ ശൗലിനെ ദൈവം തൊട്ടു, ദൈവത്തിന്റെ വെട്ടമടിച്ചപ്പോൾ കണ്ണ് കാണാൻ വയ്യ താഴെ സ്തോത്രം. അതിനകത്ത് അനന്യാസ് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, ദമസ്കോസിൽ എല്ലാവരും പേടിച്ചു ഭയന്ന് എല്ലാവരും ഓടിയപ്പോൾ അനന്യാസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ പ്രാർത്ഥനാ മുറിക്കാതിരിപ്പാണ്. ഞാൻ ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ട നോക്കിക്കൊണ്ട് പറയട്ടെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന നിർത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. പലരുടെയും പ്രശ്നം അവരെ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്നു, ആരാധനയിൽ നിന്നു, സഭയെപ്പോക്കിൽ നിന്നു, എല്ലാ പരിപാടിയിൽ നിന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, ആ കഷ്ടതയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറാകും, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. അവിടെ പെറുപിറുക്കാതെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവന്റെ പ്രാർത്ഥന കേട്ടില്ലേ? അങ്ങനെയെങ്കിൽ കഷ്ടതയ്ക്കകത്ത് നിലവിളിക്കാൻ തയ്യാറാകും പ്രിയപ്പെട്ടവരെ. അവിടെ പെറുപിറുക്കരുത്. അമ്മ ഇത്രയും പ്രാർത്ഥിച്ചെനിക്ക് ഇതാണോ എൻ്റെ ഗതി, ഇത്രയും പോയണക്ക് ഇതാണോ എൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് വെറുതെ പെറുപിറുക്കാൻ പോകാതെ ദൈവത്തിന് പറ, കർത്താവേ അങ്ങ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ്, അങ്ങ് അത്ഭുതം ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ അനന്യാസ് ദമസ്കോസിൽ പ്രാർത്ഥന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. അനന്യാസ് നീ ചെല്ലണം, നീ ആ ശൗലിന്റെ മേൽ കൈ വെക്കണം. ഞാനൊരു കാര്യം പറയാം, ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആര് ഇന്നെങ്കിലും നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ തയ്യാറാവും. മറ്റാരും ചെയ്യാതെ ശുശ്രൂഷ ചെയ്യാൻ പോവുക, വേറെ ഒരാളും ചെയ്യാത്ത കാര്യം ചെയ്യാൻ പോവുക. ഒരു ശൗലിനെ അവൻ കൈ വെച്ചു മാനസാന്തരത്തേക്ക് നയിച്ച് പൗലോസാക്കി മാറ്റുവാൻ ദൈവം നിയോഗിച്ചത് അനന്യാസിനെയാണ്. അവൻ ഒത്തിരി ഭക്തന്മാരൊക്കെ വേറെ ഉണ്ടെന്ന്, പക്ഷെ ആരെയും തിരഞ്ഞെടുത്ത് അനന്യാസം തിരഞ്ഞെടുത്തത് എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നവൻ അധികം ഉപയോഗിക്കുന്നത്. ഞാൻ അത് പറയാനാണ് വന്നത്. നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ തീരുമാനിക്കാവും. ഏത് പ്രതികൂലത്താലും പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവത്തിനെ ഉപയോഗിക്കും, വ്യത്യസ്തനായി ദൈവം ഉപയോഗിക്കും. സ്തോത്രം. അമ്മ ഇവിടെ അനന്യാസ് എന്ന് കൈവച്ചപ്പോൾ സൗലിന്റെ കണ്ണിൽ ചെതുമ്പൽ പോലെ ഇളകി വീണ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിലായി. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹീത പകൽക്കാലം ഞാൻ എൻ്റെ ജനത്തിനൊക്കെ പറയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറാമോ? ദൈവം നിന്ന് മാനിപ്പശക്തനാണ്. നമ്മൾ കഷ്ടതയ്ക്കകത്ത് പെറുപെറുക്കാതെ, രോഗത്തിൽ പെറുപെറുക്കാതെ, കടഭാരത്തിൽ പെറുപെറുക്കാതെ പറ, കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതദായകനാ എന്ന് പറയാൻ തയ്യാറായാൽ നമ്മുടെ കഷ്ടതയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, സകല നിന്ദകളെ മാറ്റാൻ ദൈവശക്തനായ ദൈവമാണ്. വിശ്വസിക്ക്. അമ്മ ഇവിടെ അനന്യാസിനെ ഉപയോഗിച്ചതുപോലെ ദൈവം നമ്മയും ഉപയോഗിക്കാൻ ശക്തനാണ്. അമ്മ ഞാൻ ഒരു വാക്ക് ദൈവദാസന്മാർക്ക് വേണ്ടി പറയുക, അമ്മകളിൽ പ്രാർത്ഥിക്കാൻ ശക്തരായിക്കോ. ദൈവത്തിന്റെ വചനത്തിനകത്ത് തികഞ്ഞ അമ്മ പഠിത്തത്തോടു കൂടെ താണിരുന്നു തക്ക സമയത്ത് ഉപയോഗിക്കാൻ ദൈവശക്തനാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവം ചില ശൗലുമാരെ പൗലോസാക്കാൻ അവ വചനത്തിൽ അനന്യാസ്മാരെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെറുതാണ്, നമ്മളൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമുക്ക് ഒരു ഉയർച്ചയുണ്ട്, ശുശ്രൂഷയുണ്ട്. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം, പ്രാർത്ഥിക്കാം, ബലപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ നല്ല പകലുകൾ ഏൽപ്പിക്കുകയാണ്. അതെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രങ്ങളെ ബലപ്പെടുന്നതായി ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ മഹത്വം ദൈവത്തിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതികൂലത്തിൽ തളരാതെ പ്രാർത്ഥിക്കാം, ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.